കഴിഞ്ഞ് ഉത്സവം കഴിഞ്ഞിട്ട് തിരിച്ചു പോകും. ഇവരൊന്നും കാണാൻ കിട്ടാറില്ല. ഇവരെ കസിൻസ് ഒക്കെ അത് മാത്രമല്ല 4 മണി വരെ. അത് മാത്രമല്ല ഇവര് സമ്മർ വെക്കേഷനിൽ അടിച്ചു പൊളിച്ചിട്ടാണ് സ്കൂളിൽ പോകുന്നത്. ജൂണിൽ വരുമ്പോ മൺസൂണാണ് മഞ്ജരിയെ കാത്തിരിക്കുന്നത്. ഭയങ്കര മഴയായിരിക്കും, എവിടെയും പോകാനും പറ്റില്ല. പക്ഷെ എന്നാലും കളിയൊക്കെ ഉണ്ട്. ഈ 4 മണി കഴിഞ്ഞാൽ അവർ തിരിച്ചു വരുമ്പോൾ അവരുടെ കൂടെ ഇരുന്ന് കളിച്ച് ചിരിച്ച്. മഞ്ജരി നേരത്തെ പറഞ്ഞല്ലോ വിഷ്വൽ സിംഗിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻസ്. അപ്പം അങ്ങനെ നോക്കുകയാണെങ്കിൽ മഞ്ജരിയുടെ ഒരു ഫാഷൻ ഒരു ഐക്കൺ ആരായിരിക്കും? ഒരു സ്റ്റൈൽ ഐക്കൺ എന്ന് പറയുകയാണെങ്കിൽ അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? മൈക്കൽ ജാക്സൺ. ഇന്നും നമുക്ക് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം ഇല്ല എന്ന് നമുക്ക് ഓർക്കാൻ പറ്റില്ല അല്ലേ? കാര്യം പാട്ടുകൾ കേൾക്കുമ്പോഴും പെർഫോമൻസ് ഈശ്വര ഒരു അതൊരു പകരം വെക്കാനില്ലാത്ത കാലഘട്ടം, പ്രതിഭാസം, എന്ത് പറഞ്ഞാലും മതിയാവില്ല. എല്ലാവർക്കും കുറേ പേര് നമുക്ക് നമ്മുടെ മ്യൂസിക്കിൽ തന്നെ ഒരുപാട് മ്യൂസിക് ഡയറക്ടേഴ്സ് ഓരോരുത്തരായിട്ട് കടന്നു പോയത് ശരിക്കും നമ്മളൊക്കെ കണ്ടു എന്നുള്ള ആ ഒരു എന്താ പറയുക, ഒരു ട്രോമയാണത് ശരിക്കും. രാധാകൃഷ്ണൻ സാറ് പോയി, ജോൺസൺ മാസ്റ്റർ പോയി, രവീന്ദ്രൻ മാഷ് പോയി. ഇതൊക്കെ നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്താണെന്നുള്ളത്. ഇപ്പം ബാബുരാജ് മാഷെ കുറിച്ചുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത് ഞങ്ങൾക്ക് മ്യൂസിക് മാത്രം. എന്നെ പോലെ ഒരാൾക്ക് മ്യൂസിക് മാത്രമാണ് അദ്ദേഹത്തിന്. പക്ഷെ രാഘവൻ മാഷെ പോലും നമ്മൾ കണ്ടു. എന്നിട്ടാണ് അവരെയൊക്കെ കണ്ടതിന് ശേഷം അവർ നമ്മുടെ കൺമുന്നിൽ നിന്ന് പോയി എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു ട്രോമ ഉണ്ടല്ലോ, അവർ പാട്ട് കേൾക്കുമ്പോൾ അത് വല്ലാത്തൊരു ഫീലിംഗ് ആണ്. ഏതൊക്കെ പാട്ടുകളാണ് കുഞ്ഞുനാളിൽ കേട്ട് ശീലിച്ച് അല്ലെങ്കിൽ കേൾക്കാൻ ഇടയായത്? ഈവൻ അമ്മയ്ക്ക് പാട്ട് ഒരുപാട് പടിഞ്ഞാറേ മാനത്തുള്ള പനിനീർ പൂജാമ്പയ്ക്ക പഴുത്തുവല്ലോ മുഴുത്തുവല്ലോ പറിച്ചു തിന്നാൻ എനിക്ക് കൊതിയായില്ലേ. അതിപ്പോൾ എൻ്റെ ഒരു വേഗ് ഓർമ്മയാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അതുപോലെ നാഴിയൊരിപ്പാല് കൊണ്ട് നാടാകെ കല്യാണം, 4-5 തുമ്പ കൊണ്ട് മാനത്തൊരു പൊന്നോണം, ആ മാനത്തൊരു പൊന്നോണം. പഴയ പാട്ടുകൾക്ക് മൂവ്മെന്റ് ഒക്കെ ആവാം. നമ്മളിവിടെ ഇരുന്ന് നോട്ട് ചെയ്തു ഉണ്ട്. ഞാൻ സ്റ്റേജിൽ ഇങ്ങനത്തെ സോങ്സും പ്രസന്റ് ചെയ്യാറുണ്ട്. അതിനൊക്കെ ഒരു എന്ന് വെച്ചാല് എല്ലാ ടൈപ്പ് ആൾക്കാരും എന്ന് വെച്ചാൽ കുറച്ച് പ്രായമുള്ള ആൾക്കാർ, അവർക്കൊക്കെ ഭയങ്കര ജോഷ് വരും ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ. അവിടെ ഇരുന്ന് ആന്റിമാരൊക്കെ ഇരുന്ന് കൈകൊട്ടി ആസ്വദിക്കും. ഇപ്പൊ നേരത്തെ പറഞ്ഞു സ്റ്റൈൽ ഐക്കൺ. ഒരു ഫാഷൻ സെന്റർ എവിടെയാണ്? ബിക്കോസ് മാസ്കറ്റിലാണ് വളർന്നത്. അപ്പം ഇപ്പോഴും പർച്ചേസിന് വേണ്ടി ദുബായ് പോകും. അതോ ഫസ്റ്റ് തിങ് ഞാൻ മസ്കറ്റിൽ പഠിച്ച സമയത്ത് എൻ്റെ അടുത്ത്, മസ്കറ്റിൽ മാത്രമല്ല ഞാൻ ഇവിടെ വിമൻസ് കോളേജിൽ പഠിക്കുന്ന സമയത്ത് വരെ എൻ്റെ അടുത്ത് എൻ്റെ ടീച്ചേഴ്സ്, എൻ്റെ ഫ്രണ്ട്സ് എല്ലാവരും പറയാറുള്ളത്, ഒന്ന് എപ്പോഴെങ്കിലും ഒന്ന് ഒരുങ്ങിയിട്ട് വരണം കേട്ടോ. എൻ്റെ അടുത്ത് പറയുന്ന കാര്യമാണ്. എനിക്ക് മഹാമടിയാണ് ഈ ഡ്രസ്സിന് മാച്ചിങ് കമ്മല്, ഇയറിങ്, അത് ഇതൊക്കെ എനിക്ക് മടിയുള്ള ഒരു കാര്യമാണ്. സിമ്പിൾ ആണ്. ഞാൻ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ഈവൻ അത് നമ്മൾ കൂടുതൽ കംഫർട്ട് ആണോ നോക്കിയിട്ടാണ്. ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയത്ത് സ്റ്റേജിൽ ഷോസ് ചെയ്യുമ്പം എനിക്ക് ഉള്ള വേറൊരു പേരെന്ന് വെച്ചാൽ ആ പൊതച്ചിട്ട് നടക്കണ കുട്ടിയില്ലേ എന്ന് പറയും. എന്ന് വെച്ചാൽ ഞാൻ ദുപ്പട്ടയൊക്കെ ഇങ്ങനെ ഫുൾ വിരിച്ചിട്ട്, എന്നുവെച്ചാൽ അത് ഞങ്ങളുടെ കോളേജിന്റെ നിയമമായിരുന്നു ഇങ്ങനെ ഇട്ടിട്ട് വരണമെന്ന്. അപ്പൊ ഞാൻ ഷോസിന് പോകുമ്പോഴും ഞാൻ ഇങ്ങനെയൊക്കെ പക്ഷെ അന്ന് ഈ ട്രെൻഡില്ല, വിഷ്വൽ സിംഗിങ്ങിന്റെ ട്രെൻഡില്ല. പക്ഷെ അത് വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ എല്ലാവരും ഒന്ന് കിടുങ്ങി. അതിന്റെ ഒരു പ്രത്യാഘാതമാണ് ഇതെന്ന് നമുക്ക് വിശ്വസിക്കാം. ഈ വിമൻസ് കോളേജ് എന്ന് പറഞ്ഞപ്പോഴാണ്, ഈ വിമൻസ് കോളേജിലൊക്കെ എത്രത്തോളം സ്ട്രിക്റ്റ് ആയിരുന്നു? സീരിയസ് അല്ല, സ്ട്രിക്റ്റ് ആയിരുന്നു കുട്ടികൾ? അയ്യോ നല്ല സ്ട്രിക്റ്റ് ആയിരുന്നു. സീനിയേഴ്സ് ഒക്കെ നല്ലപോലെ റാഗ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ. ആണല്ലേ? എങ്ങനെ, എന്തൊക്കെയായിരിക്കും ചോദിക്കുക? ആദ്യം മസ്കറ്റ് വന്നാണല്ലേ ചേച്ചി എന്നൊക്കെ വിളിക്കാൻ അറിയോ എന്നൊക്കെ ചോദിച്ചങ്ങനെ ചുമ്മാ റാഗിയും. അപ്പം എല്ലാവരും ചേച്ചിന്ന് വിളിക്കണം. പിന്നെ ഇതാ ആ പാവയ്ക്ക ജ്യൂസ് ഒന്ന് കുടിച്ചേ. അവര് കൊണ്ടുവന്നു. എല്ലാരും ലൈനിൽ നിർത്തിയിട്ട് അത് കുടിപ്പിച്ചു. പിന്നെ എന്താ മറ്റേ ഈ സാധനം എന്തോ ഒരു സാധനം ഓലയെ കൊണ്ടൊരു സാധനം ഉണ്ടാക്കി തലയിലൊക്കെ വെച്ച് ഒരു വാല ഉണ്ടാക്കി. പിന്നെ അതിൽ കൂടെ ഒക്കെ ആ ഡിപ്പാർട്ട്മെന്റിന് ഫുള്ള് എല്ലാരും. ഇതിനൊന്നും നിങ്ങൾ ആരും അവരെ ഉപദ്രവിക്കൊന്നും ചെയ്യും. പക്ഷെ ഞങ്ങൾക്ക് ഏറ്റവും വിഷമം എന്താ വെച്ചാല് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴേക്കും നിയമം മാറിയില്ലേ? മാറി. അതുകൊണ്ടാണ് നിങ്ങൾ അന്ന് എൻജോയ് ചെയ്ത് ഇപ്പൊ ഞങ്ങൾ അടുത്ത വർഷം ആയിക്കോട്ടെ.
പക്ഷെ ഇറ്റ് വാസ് ഫൺ. എന്തൊക്കെ പറഞ്ഞാലും എല്ലാം നല്ല ടീച്ചേഴ്സ് ആയാലും ഫ്രണ്ട്സ് ആയാലും ഒരു ഐസ് ബ്രേക്കിംഗ് ഉണ്ടല്ലോ. അതിനുശേഷം പിന്നെ എല്ലാരും മസ്താണ്. അത് ശരിയാണ്. റാഗിങ് കഴിയുമ്പോഴാണ് നമ്മൾ ജെല്ലാവുന്നത്. ഈ താമരക്കുരുവി ഇറങ്ങി കഴിഞ്ഞപ്പോൾ ഫ്രണ്ട്സൊക്കെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, എന്നെ തോളത്തെടുത്തിട്ട് ഇങ്ങനെ ചുറ്റും കോളേജിന്റെ ചുറ്റും നടന്നത്. അതൊക്കെ നമുക്കൊരു ഓർമ്മയാണ്, ഒരു സന്തോഷമാണ്, ഒരു തമാശ. മഞ്ജരി എത്രത്തോളം ഈ നമ്മുടെ എബ്രോഡ് ഷോസ് ഒക്കെ ശരിക്കും ഈവൻ എത്രത്തോളം എൻജോയ് ചെയ്യും? ട്രാവലിംഗ്, ഷോപ്പിംഗ് ഒക്കെ വരുമോ? അതോ? ഷോപ്പിംഗ് ഞാൻ നല്ലോണം എൻജോയ് ചെയ്യും. എനിക്കൊരു സ്ട്രെസ് റിലീസാണ് അത്. എന്ന് വെച്ചാൽ ഈ ഷോസിനൊക്കെ പോയി കഴിഞ്ഞ് തിരിച്ചു വന്നാൽ എന്തെങ്കിലും ഒരു ഷോപ്പിങ്ങിന് പോയി കഴിഞ്ഞാൽ ഒരു വല്ലാത്തൊരു റിലാക്സ്ഡ് ഫീലിംഗ് ആണ്. അത് അധികം നല്ലതല്ലാന്ന് പറയും. പക്ഷെ വീട്ടിൽ വീണ്ടും പേഴ്സ് തുറക്കുമ്പോൾ ഞാനൊക്കെ ആണെങ്കിൽ സ്ട്രെസ്ഡ് ഔട്ട് ആവും. ഇത്രയും കത്തിച്ചു കളഞ്ഞല്ലോ, അങ്ങനത്തെ സ്ട്രെസ് അതെനിക്കില്ല. അതെനിക്ക് ഭാഗ്യവശാൽ ഇഷ്ടം പോലെ ജോർജൂട്ടി കയ്യിലുള്ള അതുകൊണ്ടല്ല, അതെനിക്കില്ല. എന്നാൽ വാങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ അതിനെ കുറിച്ച് റിഗ്രറ്റ് ചെയ്യില്ല. ഞാൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ റിഗ്രറ്റിങ് ഇല്ല. അത് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഒരു കാര്യം ചെയ്ത അതിൻ്റെ ഉത്തരവാദിത്തം ഞാൻ ഏറ്റെടുത്തു എന്ന് പറയും. പക്ഷെ ഷോപ്പിങ്ങിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെയല്ല. ഷോപ്പിംഗ് ക്യാൻ റൂൾ അസ്. കാര്യം നമ്മൾ 2 സാധനം വാങ്ങിക്കണം, എൻ്റെയൊക്കെ ലൈഫിൽ 2 സാധനം വാങ്ങിക്കണം എന്ന് പറഞ്ഞ് പോയിട്ട് 20ഉം 25ലും നിർത്തില്ല. ചിലപ്പോൾ ചിലതൊന്നും നമ്മൾ ആവശ്യം പോലും ഉണ്ടാവില്ല. ബട്ട് അത് നമ്മളെ അപ്പം അട്രാക്ട് ചെയ്ത് ചെയ്യുന്ന, അതിൽ ഞാൻ റിഗ്രറ്റ് ചെയ്യാറുണ്ട്. ഓൺലി ഷോപ്പിംഗ്. സീരിയസ്ലി ഇല്ലേ? തോന്നുന്നില്ലേ? വീട്ടിൽ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ ഇത് എന്തിനായത് ആവശ്യമില്ല, ഇത് വാങ്ങണമായിരുന്നോ എന്നിട്ട് നമ്മൾ പഠിക്കില്ല. അടുത്ത പ്രാവശ്യം പോകുമ്പോൾ ഇത് തന്നെ സംഭവിക്കും. ഇത് പറഞ്ഞപ്പോഴാ പിശുക്കിയാണോ അതോ എക്സ്ട്രാ? അല്ല, ഞാൻ പിശുക്കിയല്ല. ഞാൻ എല്ലാവർക്കും സാധനം മേടിക്കും. ഞാൻ എവിടെയെങ്കിലും പോയാൽ കണ്ടാൽ എൻ്റെ ഫാമിലിയിലുള്ള എല്ലാവർക്കും എന്ന് വെച്ചാൽ എൻ്റെ മനസ്സ് പോലെയാണ്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. വേറെ ആൾക്കാർക്ക് സാധനം മേടിക്കുമ്പോൾ ഞാൻ ഹാപ്പിയാവും. എന്ന് വെച്ചാൽ കൊണ്ടു കൊടുക്കുമ്പോൾ അവർ ഭയങ്കര ഹാപ്പി ആവുമല്ലോ. അപ്പൊ ഈ ദുബായിൽ നിന്നൊക്കെ കുറെ ആള് വന്നിട്ട് സാധനം കൊടുക്കണ പോലെ അത് ശരിക്കും സന്തോഷം. അതെ അതെ, ഷെയറിംഗ് എന്ന് പറയുന്നത് കറക്റ്റ്. മസ്കറ്റ് എന്ന് പറഞ്ഞപ്പോൾ വെക്കേഷൻ്റെ ഒക്കെ കാര്യം പറഞ്ഞു. പക്ഷെ മസ്കറ്റിലെ ഓണം എങ്ങനെ? കുട്ടിക്കാലത്തെ ഓണം, ഇപ്പോഴത്തെ ഓണമല്ല ഞാൻ പറഞ്ഞത്, കുട്ടിക്കാലത്തെ മസ്കറ്റിലെ ഓണം. കാര്യം ജൂൺ ജൂലൈ വെക്കേഷൻ കഴിഞ്ഞ് പോകണം. അപ്പോൾ ഓഗസ്റ്റ് സെപ്റ്റംബർ അവിടെയാണ്. അപ്പോൾ ആ ഓണം അല്ല, അവിടെ ഈ മലയാളി അസോസിയേഷൻ ഒക്കെ ഉണ്ട്. അല്ല, അന്നും ഇത്രയും അവര് മാവേലിനൊക്കെ ഡ്രസ്സ് പണ്ടൊക്കെ കൊണ്ടുവരും. ഇപ്പൊ പിന്നെ അവിടെ ആളുണ്ട്. അവിടുത്തെ സദ്യ കഴിച്ച് മാവേലി ഉണ്ട് അവിടെ. കോസ്റ്റ് ഇഫക്റ്റീവ്. കാര്യം പണ്ട് ഇവിടുന്ന് വേണം പോവാൻ. അതെ, അപ്പൊ നല്ല ഫിറ്റ് ആൻഡ് ഫൈൻ ആയ മാവേലി അവിടെ ഉണ്ട്. അവിടെ മാവേലി വരും. പിന്നെ ഒരു ഗസ്റ്റ് ഉണ്ടാവും, നാട്ടിൽ നിന്ന് തന്നെ അവർ ഒരു ഗസ്റ്റിനെ കൊണ്ടുവരും. പിന്നെ ഓണാഘോഷം അതിനെ പ്രമാണിച്ച് ഒരുപാട് കോമ്പറ്റീഷൻസ് ഉണ്ടാവും. അതിൻ്റെയൊക്കെ പ്രൈസ് ഡിസ്ട്രിബ്യൂഷൻ ഒക്കെ അന്നായിരിക്കും. വലിയ ഉത്സവമാണ്. അതുകൊണ്ട് നമുക്ക് ഓണം മിസ് ചെയ്യില്ല. ഈ ഓണം എന്ന് പറഞ്ഞാൽ ഓണം വന്നു നമ്മൾ അറിയിക്കേണ്ട ആൾക്കാരെ. അപ്പൊ രണ്ടുപേരും ഓണപ്പാട്ട് പാടാല്ലേ? ഓണം എന്ന് പറയുമ്പോ ഊഞ്ഞാലും പൂക്കളവും പിന്നെ മാവേലി, ഒരുപാട് ആൾക്കാരും സദ്യ. അപ്പൊ ഊഞ്ഞാലേ ഊഞ്ഞാലേ അങ്ങോട്ടിങ്ങോട്ടാടാട് തിരുവോണം വരവായി മനസ്സിൻ്റെ മടിയിലിരുന്നാട് ഊഞ്ഞാലേ പൊന്നൂഞ്ഞാലേ അങ്ങോട്ടിങ്ങോട്ടാടാട് തിരുവോണം വരവായി മനസ്സിൻ്റെ മടിയിലിരുന്നാട് ഊഞ്ഞാലേ പൊന്നൂഞ്ഞാലേ. ഹാപ്പി ഓണം, ഹാപ്പി ഓണം എല്ലാ കൗമുദിയുടെ പ്രേക്ഷകർക്കും ഹാപ്പി ഓണം. സ്പെഷ്യലി ടു യു. ഈ ഓണം ഇത്രയും മനോഹരമാക്കി തന്നതിൽ ഞാൻ അറിയിച്ചോളൂ. ഓണത്തിന്റെ കാര്യം പറഞ്ഞു, നമ്മൾ സദ്യ ഊഞ്ഞാലൊക്കെ പറഞ്ഞു. കുക്കിങ്ങിലൊക്കെ മഞ്ജരി എത്രത്തോളം മിടുക്കിയാണ്? മിടുക്കി എന്ന് പറഞ്ഞാൽ കുക്കിംഗ് എല്ലാവർക്കും ആവശ്യമുള്ള കാര്യമാണ്. ഞാനിപ്പോ എല്ലാ നമ്മളൊക്കെ അറിയില്ല ഈ ഇന്റർവ്യൂസിലൊക്കെ പറയുന്നതാണ്. അത് ആണായാലും പെണ്ണായാലും ആണുങ്ങൾക്കും സ്ത്രീകൾക്കും രണ്ടുപേർക്കും ഉചിതമായ കാര്യമാണ് കുക്കിംഗ് എന്ന് പറയുന്നത്. കാരണം അത് നമ്മുടെ സ്വന്തം ആവശ്യത്തിനാണ്, നമ്മൾക്ക് ജീവനോടെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ആവശ്യമാണ് അത്. അതുകൊണ്ട് അത് ഇന്നയാൾ ചെയ്യേണ്ട പണി എന്ന് ഒരിക്കലും ആരും പറയരുത്. അത് ഫസ്റ്റ് തിങ്. ഞങ്ങളുടെ ഫാമിലിയിൽ എല്ലാവരും കുക്ക് ചെയ്യും. എൻ്റെ അച്ഛൻ കുക്ക് ചെയ്യും, എൻ്റെ അമ്മ കുക്ക് ചെയ്യും, എൻ്റെ ഹസ്ബൻഡ് അസലായിട്ട് കുക്ക് ചെയ്യും, ഞാൻ കുക്ക് ചെയ്യുമ്പോൾ പണി കൊടുക്കും. അപ്പോൾ എല്ലാവരും നല്ലവണ്ണം കുക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. അത് മാത്രമല്ല അതിൽ കാളും കൂടുതൽ അത് കുക്ക് ചെയ്യുന്ന സമയത്ത് എടുത്ത് തിന്നും.
അതാണ് ഏറ്റവും വലിയ പണി എന്ന് വെച്ചാൽ കുക്ക് ചെയ്ത് വെക്കില്ലേ പോലെ നല്ല സാധനങ്ങൾ വെക്കുമ്പോ അതെടുത്ത് തിന്നു അപ്പൊ പിന്നെയും കുക്ക് ചെയ്യണം. അപ്പൊ എത്ര തവണ ഡയറ്റ് ചെയ്യും? പക്ഷെ മഞ്ജരി ഡയറ്റ് ചെയ്യും, ആവശ്യത്തിന് ഡയറ്റ് ചെയ്യും, പക്ഷെ ആവശ്യത്തിന് കഴിക്കുകയും ചെയ്യും. എനിക്ക് ഫുഡ് നല്ല ഫുഡ് ക്രേസി ആയിട്ടുള്ള ഒരാളാണ്. ആസ്വദിച്ച് കഴിക്കും. അതെ, ആസ്വദിച്ച് കഴിക്കും. എന്റെ ഫ്രണ്ട്സ് പറയും ഞാൻ കഴിക്കുന്ന കാണുമ്പോൾ അവർക്ക് കഴിക്കാൻ തോന്നുന്നു. ചിലര് അങ്ങനെയാണ്. അപ്പൊ എന്റെ ഫോട്ടോ ഒക്കെ എടുത്ത് വെക്കും ഞാൻ കഴിക്കുന്നത്, അവരെനിക്ക് തന്നെ അയച്ചു തരും. അപ്പൊ ഞാൻ ഭയങ്കര ഒരു ഫുഡിയാണ്. ഓരോ സ്ഥലങ്ങളിലൊക്കെ പോകുമ്പോഴും അവിടുത്തെ ഫുഡ് ഞാൻ കഴിക്കാറുണ്ട്. ഇപ്പോൾ രാജസ്ഥാനിൽ പോയിട്ടുണ്ട്, ഗുജറാത്തിൽ പോയിട്ടുണ്ട്, ഉത്തർപ്രദേശ് പല സ്റ്റേറ്റ്സിലും പോയിട്ടുണ്ട്. അവിടുത്തെ ഫുഡൊക്കെ ട്രൈ ചെയ്തിട്ടുണ്ട്, എല്ലാം കഴിക്കും. കുക്കിംഗ് ഓൾസോ, ഐ ലവ് കുക്കിംഗ്, ഐ ലവ് ഈറ്റിംഗ്. എല്ലാം ഞാൻ ചെയ്യാത്തതായിട്ടുള്ള ഒരു കാര്യമില്ല. സിനിമയിൽ എപ്പോഴും നമ്മൾ പറയാറുണ്ട് ഫീമെയിൽ ഓറിയന്റഡ് ആയിട്ടുള്ള സ്റ്റോറി കുറവാണ്, ഒരു മെയിൽ ഡോമിനേഷൻ ഉണ്ട്. അതുണ്ട്, അതെല്ലായിടത്തും ഉണ്ട്. മ്യൂസിക്കിൽ അതുണ്ടോ? Music is also part of industry in the film industry. Film industry, of course, male dominance ഉണ്ട്.